നിങ്ങൾ വേട്ടക്കാരനെ കണ്ടിട്ടുണ്ടോ? ഓറിയോൺ. വേട്ടക്കാരനെ കണ്ടിട്ടുണ്ടോ? ഓറിയോൺ ചുമ്മാ നോക്കിക്കോ. നൈസാ, നോക്കിക്കോ. ഹായ്, വൈദ്യരാജ് ശാസ്ത്രത്തിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നമ്മളെല്ലാവരും മസ്റ്റായിട്ട് കാണേണ്ട ഒരു സ്റ്റാർ കോൺസ്റ്റലേഷൻ ആണ് ഓറിയോൺ അഥവാ ഹണ്ടർ. എന്തുകൊണ്ട് ഇത് കാണണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ രാത്രി ആകാശത്ത് ചന്ദ്രൻ കഴിഞ്ഞാൽ ഏറ്റവും മനോഹരമായിട്ടുള്ള കൗതുകകരമായിട്ടുള്ള ഒരു കാര്യമാണ് ഈ വേട്ടക്കാരൻ അഥവാ ഓറിയോൺ. ധാരാളം പ്രത്യേകതകൾ ഇതിനുണ്ട്. ഈ സമയത്ത്, അതായത് ഡിസംബർ, ജനുവരി, ഫെബ്രുവരി, മാർച്ച് മാസങ്ങളിലാണ് ഈ ഓറിയൺ ക്ലസ്റ്റർ നമുക്ക് കാണുവാൻ സാധിക്കുക. ചാർലി സിനിമയിലും ഈ നക്ഷത്രത്തെ പറ്റി പറയുന്നത്, ഈ നക്ഷത്രം കാണിച്ചു കൊടുക്കുന്നത് ഡിസംബർ 31-ാം തീയതി ന്യൂ ഇയറിന്റെ സമയത്താണ്. ആ സമയത്ത് പാതിരാത്രി ഇത് ഏകദേശം തലയ്ക്ക് മുകളിലായിട്ടായിരിക്കും നമുക്ക് കാണുക. ഇപ്പോൾ ജനുവരി മാസത്തിലാണെന്നുണ്ടെങ്കിൽ സൂര്യൻ അസ്തമിക്കുന്ന സമയത്ത് ഓറിയോൺ ഉദിച്ചു കഴിഞ്ഞിരിക്കും. അതുകൊണ്ട് തന്നെ 7-8 മണിക്ക് നോക്കിക്കഴിഞ്ഞാൽ കിഴക്ക് ആകാശത്ത് ഒരല്പം തെക്കു മാറിയിട്ട് ഒരല്പം മുകളിലായിട്ട് ഇത് കാണാം. ഇവിടെ നമുക്ക് വളരെ ബ്രൈറ്റ് ആയിട്ട് 3 സ്റ്റാർസ് ഒരു വരിയായിട്ട് കാണാം, ഏകദേശം ഒരേ ബ്രൈറ്റ്നെസ് ആയിട്ട്. ഇതാണ് ഈ ഹണ്ടറിന്റെ ബെൽറ്റ്, അരപ്പട്ട. അതിന് വലതുവശത്തായിട്ട് അല്പം മങ്ങിയ 3 സ്റ്റാർ കാണും. ഇതാണ് വാളിന്റെ അറയായിട്ട് നമ്മൾ സങ്കല്പിക്കുന്നത്. ഇതിന് ഇടതുഭാഗത്തായിട്ട് 2 ബ്രൈറ്റ് സ്റ്റാർ അല്പം മാറിയായിട്ട് കാണാം. ഇതാണ് ഹണ്ടറിന്റെ 2 തോൾഭാഗം. ഇതിൽ ഒരു സ്റ്റാർ നന്നായിട്ട് വലുതായിട്ട് ചുമന്ന് കാണും. ഇതാണ് ബീറ്റിൽ ജ്യൂസ്, അതായത് തിരുവാതിര നക്ഷത്രം. ഇനി ഈ ബെൽറ്റിന്റെ വലതുഭാഗത്തായിട്ട് 2 ബ്രൈറ്റ് സ്റ്റാർ കാണാം. ഇതാണ് ഹണ്ടറിന്റെ 2 കാലുകൾ. ഇപ്പോൾ ഹണ്ടറിന്റെ ബോഡിയായി. ഇനി ഈ തോളലിന്റെ മുകളിലായിട്ട് 3 സ്റ്റാർ കാണാം, അല്പം മങ്ങി കാണാം. ഇതാണ് തലയുടെ ഭാഗം. ഇനി നല്ല തെളിഞ്ഞ ആകാശമാണെന്നുണ്ടെങ്കിൽ ഈ ഹണ്ടറിന്റെ പരിചയം, മറ്റേ കൈയുടെ ഡീറ്റെയിലും ഒരു ജീവിയെ പിടിച്ചിരിക്കുന്ന ഭാഗവും കാണും. ഇതാണ് പൂർണ്ണമായിട്ടുള്ള രൂപം. ഒരിക്കൽ നിങ്ങൾ ഇത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ ജീവിതകാലം മുഴുവൻ ഇത് മറക്കില്ല. ഈ രൂപം നിങ്ങൾക്ക് ആകാശത്ത് കാണുവാൻ സാധിക്കും. ഇതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് മറ്റൊരു വീഡിയോയിൽ കാണാം. ഈ ഓറിയോൺ ക്ലസ്റ്ററിനെ മിക്ക ആളുകൾക്കും പരിചയമുള്ളതായിരിക്കും. എന്നാൽ ഈ വീഡിയോ കാണുന്ന ആർക്കെങ്കിലും പരിചയം ഇല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഇത് കാണുക. എല്ലാ കുട്ടികൾക്കും ഇത് കാണിച്ചും കൊടുക്കുക. ഇതൊക്കെ നമുക്ക് വേണ്ടിയല്ലേ മൂപ്പർ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. ചുമ്മാ നോക്കിക്കോ. നൈസാ, നോക്കിക്കോ. താങ്ക്സ് ഫോർ വാച്ചിങ്. ശാസ്ത്രത്തിന് വേണ്ടി വൈദ്യരാജ്.